പകുതിവില തട്ടിപ്പിൽ പ്രതി ചേർത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യം തേടി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ആനന്ദകുമാറിനെ പ്രതിയാക്കിയതിനു ശേഷം അനന്തു കൃഷ്ണൻ പലതവണ ആനന്ദകുമാറിനെ വിരൽ ചൂണ്ടി ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണിപ്പോൾ മുൻകൂർ ജാമ്യം തേടി ആനന്ദകുമാർ പോകുന്നത്. എപ്പോഴായിരിക്കും ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തകൃഷ്ണന് പിന്നാലെ തന്നെ ആനന്ദകുമാറിനും ഈ തട്ടിപ്പിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന തരത്തിൽ പലതരത്തിലുള്ള പരാതികൾ പുറത്തു വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവർ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ആനന്ദകുമാർ ജാമ്യം തേടിയിട്ടുള്ളത്. ഇത് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ആ കേസിൽ ഒന്നാം പ്രതിയാണ് ആനന്ദകുമാർ. അങ്ങനെ നേരത്തെ പല കേസുകളും രണ്ടാം പ്രതിയായിട്ടാണ് ആനന്ദകുമാറിനെ കേസെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കിയിട്ടുള്ള കേസുകൾ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആനന്ദകുമാറാണ് തങ്ങളെ ഈ തട്ടിപ്പിൽ ഇടനിലക്കാരായി പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്ന തരത്തിൽ പല ആളുകളുടെയും പരാതികൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പല സന്നദ്ധ സംഘടനകളും ആനന്ദകുമാർ ഇതിൽ ഭാഗവാക്കാകുകയും ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഇത് നല്ല പദ്ധതിയാണ്, ഇത് സന്നദ്ധ പ്രവർത്തനമാണെന്ന തരത്തിൽ തങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായതെന്ന തരത്തിൽ പലതരത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരടക്കം നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒന്നാം പ്രതിയൊക്കെ ആക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയിട്ടുള്ളത്. നേരത്തെ ആനന്ദകുമാർ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഭാഗവാക്കല്ല, ഇതിലൊരു സാമ്പത്തിക ക്രമക്കേട് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടം തൊട്ട് താൻ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ അങ്ങനെയല്ല എന്ന തരത്തിൽ കുറെ ആളുകളുടെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്തൊക്കെ നിരവധിയായിട്ടുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആനന്ദകുമാർ അദ്ദേഹം അതിന്റെ നേതൃത്വത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഭാഗവാക്കായി ഞങ്ങൾ പങ്കെടുത്തതെന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പരാതിയിലും നിലവിൽ ഒന്നാം പ്രതിയായി അവർ കാണുന്നത് ആനന്ദകുമാറിനെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആനന്ദകുമാർ കൂടുതൽ കേസുകളിൽ ഒന്നാം പ്രതിയായി ഉൾപ്പെടെ വരാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തേടി ആനന്ദകുമാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നാളെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനാണ് സാധ്യത. ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്.